അങ്ങയോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ജെറൂസലേം ദൈവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെ ഒക്കെ കർത്താവ് ആട്ടിപ്പുറത്താക്കിയതിനു ശേഷം ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അധികാരികൾ, ഫരിസയരും നിയമജ്ഞരും വന്ന് കർത്താവിനോട് ചോദിക്കുക, നീ എന്ത് അധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നത് എന്ന്. ഈ ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി ഒരു മറുചോദ്യമാണ്. ഞാൻ ആദ്യം ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം, അതിന് നിങ്ങൾ ആദ്യം ഉത്തരം പറയുക. സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഈ ചോദ്യം കേട്ട് അവരൊന്ന് ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനിൽ വിശ്വസിച്ചില്ല എന്ന് കർത്താവ് വീണ്ടും ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനം മുഴുവനും സ്നാപക യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടാണ് കണ്ടിരുന്നത്. ഈ ജനക്കൂട്ടം മുഴുവനും തങ്ങളെ ഓടിച്ചിട്ട് തല്ലും. ഇത് രണ്ടു പറഞ്ഞാലും തനിക്ക് പണി കിട്ടുമെന്ന് ഫരിസയരും നിയമജ്ഞരും മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ക്രിസ്തു അവർക്ക് നൽകിയ മറുപടി, അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് അധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുക. കാരണം ചോദ്യങ്ങൾ പല രീതിയിലാകാം. ഒന്ന്, അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം. മറ്റൊന്ന്, പണി തരാൻ വേണ്ടിയും ചോദിക്കാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്നവൻ്റെ ഉള്ളും രീതിയും തിരിച്ചറിഞ്ഞു വേണം നീ മറുപടി കൊടുക്കാൻ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളുടെ മറുപടികൾ അത് എപ്രകാരമായിരിക്കണം എന്നുള്ളത് ചോദിക്കുന്നവനല്ല, ഉത്തരം കൊടുക്കേണ്ടവൻ്റെ ഇഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പാതി പ്രശ്നം തീരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അതിന് മാത്രമേ നേരമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം എങ്ങനെ മറുപടി കൊടുക്കണം, ഏത് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ചില സമയങ്ങളിൽ സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. നിശബ്ദത ഏറ്റവും നല്ല മറുപടിയാണ്. ചില സമയത്ത് ചോദ്യങ്ങൾ നല്ല മറുപടിയാണ്. ചില സമയത്ത് ചുട്ട മറുപടിയും നല്ല മറുപടി തന്നെയാണ്. എന്ത് വേണം എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം മാത്രം ആയിരിക്കണം.